ഹലോ ഗായ്സ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ യു എയിലോട്ട് ജോബുകളും കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നവരാണോ? അതായത് യു എയിലോട്ട് ടീച്ചിങ് ഫീൽഡും അതുപോലെ തന്നെ നോൺ ടീച്ചിങ് ഫീൽഡൊക്കെ നോക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കുള്ളതാണ് ഇന്നത്തെ വീഡിയോ. അതായത് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പ്രധാനമായിട്ടും പറയാനായിട്ട് പോകുന്നത് ടീച്ചിങ് ഫീൽഡിലോട്ടുള്ള ജോബ് വേക്കൻസികളും അതുപോലെ തന്നെ നോൺ ടീച്ചിങ് ഫീൽഡിലോട്ടുള്ള ജോബ് വേക്കൻസികളെയും കുറിച്ചാണ്. അതായത് യു എയിലെ പ്രമുഖമായിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റിയാണ് കനേഡിയൻ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത്. കനേഡിയൻ യൂണിവേഴ്സിറ്റിയിലോട്ടാണ് ഇപ്പോൾ കുറേയധികം ജോബ് വേക്കൻസികൾ വന്നിരിക്കുന്നത്. അതായത് ഏകദേശം 60 കാറ്റഗറി പെടുന്ന ജോബ് വേക്കൻസികളൊക്കെയാണ് ഇപ്പോൾ യു എയിൽ വന്നിരിക്കുന്നത്, അതായത് കനേഡിയൻ യൂണിവേഴ്സിറ്റിയിൽ വന്നിരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് ടീച്ചിങ് ഫീൽഡിൽ വരുന്നുണ്ട്, അതായത് ഇംഗ്ലീഷ് ടീച്ചേഴ്സ്, പ്രൊഫസേഴ്സ്, അതുപോലെ തന്നെ സയൻസ് ടീച്ചേഴ്സ്, പിന്നെ ആർട്സ് ടീച്ചർ, അങ്ങനെയുള്ള കുറേയധികം ടീച്ചിങ് വേക്കൻസികൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ നോൺ ടീച്ചിങ് ഫീൽഡായിട്ടുള്ള സപ്പോർട്ടീവ് ഓഫീസർ, HR പോലുള്ള ജോബ് വേക്കൻസികളും ഇപ്പോൾ നിലവിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ജോബ് വേക്കൻസികൾക്ക് വേണ്ടിയിട്ട് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്, ഏത് വെബ്സൈറ്റിലൂടെയാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ചാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് സമയം വേസ്റ്റ് ചെയ്യാതെ നേരെ വീഡിയോയിലോട്ട് പോകും. ഗൈസ്, അതിനായിട്ട് ജസ്റ്റ് ഗൂഗിൾ ഒന്ന് ഓപ്പൺ ആക്കുക. ഗൂഗിൾ ഓപ്പൺ ആക്കിയതിന് ശേഷം കനേഡിയൻ യൂണിവേഴ്സിറ്റി ദുബായ് കരിയേഴ്സ് എന്ന് ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്യുക. കനേഡിയൻ യൂണിവേഴ്സിറ്റി ദുബായ് കരിയേഴ്സ് എന്ന് സെർച്ച് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ലിങ്ക് കാണാനായിട്ട് സാധിക്കും. അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കനേഡിയൻ യൂണിവേഴ്സിറ്റിയുടെ ഒഫീഷ്യലായിട്ടുള്ള ഒരു കരിയർ പേജ് ഓപ്പണായി വരുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. അതായത് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് കനേഡിയൻ യൂണിവേഴ്സിറ്റിയുടെ ഒഫീഷ്യലായിട്ടുള്ള കരിയർ പേജ്. ഇതിൻ്റെ അകത്ത് തന്നെ ഫൈൻഡ് ജോബ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അതിൽ നിങ്ങൾക്ക് ജോബ് ടൈറ്റിൽ, സ്കിൽസ്, അതുപോലെ തന്നെ കീവേഡ് പോലുള്ള കാര്യങ്ങൾ ഉപയോഗിച്ച് ജോബുകൾ സെർച്ച് ചെയ്യാനായിട്ട് സാധിക്കും. അല്ല എന്നുണ്ടെങ്കിൽ തൊട്ട് താഴെ കാണുന്ന ഓൾ ജോബ്സ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഓപ്ഷൻ ആയിരിക്കും കാണുന്നത്. ഇതിൽ തന്നെ പോസ്റ്റിംഗ് ഡേറ്റ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഗ്രേറ്റർ ദാൻ 30 ഡേയ്സ്, ലെസ് ദാൻ 30 ഡേയ്സ്, ലെസ് ദാൻ 7 ഡേയ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ഞാനിപ്പോൾ ലെസ് ദാൻ 7 ഡേയ്സ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുന്ന സമയത്ത് 7 ദിവസത്തിനുള്ളിൽ അവർ അപ്ലോഡ് ചെയ്തിരിക്കുന്ന ജോബ് വേക്കൻസികൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഗ്രേറ്റർ ദാൻ 30 ഡേയ്സ് നിങ്ങൾ സെലക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 30 ദിവസത്തിനുള്ളിൽ അവർ പോസ്റ്റ് ചെയ്തിരിക്കുന്ന ജോബ് വേക്കൻസികൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇതിൽ ഇംഗ്ലീഷ് ടീച്ചേഴ്സ്, അതുപോലെ തന്നെ കമ്പ്യൂട്ടർ സയൻസ് അസിസ്റ്റൻറ്റ് പ്രൊഫസർ, അതുപോലുള്ള കുറേയധികം ജോബ് വേക്കൻസികൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ടീച്ചിങ് അസിസ്റ്റൻറ്റ്, സ്റ്റുഡൻറ്റ് റിക്രൂട്ടർ ഓഫീസർ പോലുള്ള ജോബ് വേക്കൻസികൾ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. ഇനി എങ്ങനെയാണ് ഈ ജോബ് വേക്കൻസികൾക്ക് വേണ്ടി അപ്ലൈ ചെയ്യേണ്ടതെന്ന് നോക്കാം. അതിനായിട്ട് ഏതെങ്കിലും ഒരു ജോബ് വേക്കൻസി ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആക്കുക. ഓപ്പൺ ആക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇങ്ങനൊരു ഇൻ്റർഫേസ് ആയിരിക്കും കാണുന്നത്. ഇതിൻ്റെ അകത്ത് ജോബ് ഡിസ്ക്രിപ്ഷൻ, അതുപോലെ തന്നെ കീ റെസ്പോൺസിബിലിറ്റീസ്, ടീച്ചിങ് ആൻഡ് അക്കാഡമിക് ഡ്യൂട്ടീസ്, അങ്ങനെയുള്ള കുറേയധികം ജോബ് റിലേറ്റഡ് കാര്യങ്ങളെല്ലാം തന്നെ അവരിവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നത് കാണാം. അതിൻ്റെ അകത്ത് നമ്മുടെ ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം തന്നെ അവരവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതിന് തൊട്ടടിയിൽ തന്നെ അപ്ലൈ നൗ എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ആ ഓപ്ഷൻ ഉപയോഗിച്ച് നിങ്ങൾക്ക് ഈ വെബ്സൈറ്റിൽ ഇരുന്നുകൊണ്ട് തന്നെ ഈ ജോബ് വേക്കൻസികൾക്ക് വേണ്ടിയിട്ട് ഡയറക്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഗൈസ്, കനേഡിയൻ യൂണിവേഴ്സിറ്റിയിലോട്ടുള്ള ജോബ് വേക്കൻസികൾക്ക് വേണ്ടിയിട്ട് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്, ഏത് വെബ്സൈറ്റിലൂടെയാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ച് നിങ്ങൾക്കൊരു ക്ലിയർ കട്ട് ഐഡിയ ഇപ്പോൾ ലഭിച്ചു കാണും. അതായത് ഈ ജോബ് വേക്കൻസികൾക്ക് വേണ്ടിയിട്ട് അപ്ലൈ ആയിട്ട് നമുക്ക് യാതൊരുവിധ ഫീസോ കാര്യങ്ങളോ ഒന്നും തന്നെ വരുന്നില്ല. അത് നിങ്ങൾക്ക് ഓൾറെഡി തന്നെ മനസ്സിലായി കാണും. പക്ഷേ ഈ ജോബ് വേക്കൻസികൾക്ക് വേണ്ടിയിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മുടെ റെസ്യൂമെയും അതുപോലെ തന്നെ കവറിംഗ് ലെറ്ററും മസ്റ്റാണ്. അതായത് റെസ്യൂമെയും കവറിംഗ് ലെറ്ററും പ്രോപ്പർ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് ജോബ് കിട്ടാനായിട്ടുള്ള ചാൻസസ് 50% അവിടെ തന്നെ ഓക്കെയാണ്. അപ്പോൾ ATS ഫ്രണ്ട്ലി ആയിട്ടുള്ള CVയും കാര്യങ്ങളൊക്കെ തന്നെ ഈ ജോബ് വേക്കൻസികൾക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ ആഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതായത് ATS ഫ്രണ്ട്ലി ആയിട്ടുള്ള CVയും കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്യാൻ അറിയത്തില്ല എന്നുണ്ടെങ്കിൽ നമ്മളുടെ ചാനലിൽ നമ്മൾ ഓൾറെഡി ATS ഫ്രണ്ട്ലി ആയിട്ടുള്ള CV എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് ജസ്റ്റ് ഒന്ന് കയറി വിസിറ്റ് ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ കവറിംഗ് ലെറ്ററും മസ്റ്റാണ്. കവറിംഗ് ലെറ്ററും ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളുടെ പ്രൊഫൈൽ അടങ്ങിയിരിക്കുന്ന കവറിംഗ് ലെറ്ററും കാര്യങ്ങളൊക്കെ തന്നെ ആഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ശരിക്കും ഞാൻ ഏതെങ്കിലും വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാനായിട്ട് പോവുകയാണ്. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഇനിയും ഇതുപോലുള്ള പുതിയ UAE അപ്ഡേറ്റ്സും അതുപോലെ തന്നെ ജോബ് വേക്കൻസികളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ഗൈസ്. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.